ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ബേലൂർ പോയി. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹലേബീഡു ആണ് കേട്ടോ. അപ്പോൾ ഹലേബീഡ് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു ഡാം കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് സ്റ്റോപ്പ് നിർത്തി നമ്മൾ അവിടെ ഇറങ്ങി. പിന്നെ ചുറ്റി നടന്ന് കാണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 5 o'clock മുന്നേ നമ്മൾ ഹലേബീഡിൽ കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്നാലേ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഡാമൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ബാക്ക് ടു വണ്ടിയിൽ തന്നെ കയറി നമ്മൾ എന്താ പറയുക, ദം ഷാട്ട്സ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് 5 o'clock കുറച്ച് മുന്നേ ജസ്റ്റ് എസ്കേപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ ഹലബേഡുവിൽ എത്തി നമ്മൾ പെട്ടെന്ന് തന്നെ അകത്ത് കയറി. കാരണം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 6 o'clock വരെ ടൈം കിട്ടും പുറത്തിറങ്ങാൻ. അപ്പം ഇതും ഹൊയ്സാല ഡൈനാസ്റ്റീൻ്റെ ഇതിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ബേലൂർ ഹലബീഡു എന്നാണ് നമ്മൾ പറയുക. ബേലൂർ ഒരു ടെമ്പിൾ, അതിൻ്റെ പുറത്താണ് കാണാൻ ഭംഗി. ഹലബീഡുവിൻ്റെ അകത്താണ് കാണാൻ ഭംഗി. ലൈക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലും ചുറ്റുമുള്ള കൊത്തുപണികളും അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഗണപതിൻ്റെ ഇത് കാണാം. അത് എല്ലാം മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള കൊത്തുപണികളാണ് കേട്ടോ എല്ലാം. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. കയറുന്ന സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു പ്രതിമയാണത്. അതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടിട്ട് രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബേലൂർ കണ്ട പോലെ തന്നെ സീലിങ്ങിൽ എന്തൊക്കെയോ സ്റ്റോറി ടെല്ലിംഗ് പോലെയുള്ള കുറേ സ്കൾപ്ചേഴ്സൊക്കെ കണ്ടു. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ കണ്ട പോലെ തന്നെ അവിടെ എഴുതി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഈ ടെമ്പിൾ, ഹലബീഡു ടെമ്പിളിൻ്റെ പേര് ഹൊയ്സാലേശ്വര ടെമ്പിൾ എന്നാണ് കേട്ടോ. ഇതും 12th century ഹൊയ്സാല ഡൈനാസ്റ്റീൻ്റെ ടൈമിൽ കിങ് വിഷ്ണുവർദ്ധന എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ശിവൻ്റെ പ്രതിഷ്ഠയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമാണ്. ബേലൂർ വിഷ്ണുവിൻ്റെ ആണെങ്കിൽ ഹലബീഡു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. ഇതിന് ദ്വികുത്ത സ്റ്റൈൽ എന്ന് പറയും കേട്ടോ. അതായത് ട്വിൻ ടെമ്പിൾ, ഹൊയ്സാലേശ്വര പിന്നെ സാന്തലേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള 2 പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിളും കൂടിയാണത്. അതായത് ഇത് നെയിം ചെയ്തിട്ടുള്ളത് കിങ്ങിൻ്റെയും ക്വീൻ്റെയും പേരിൻ്റെ അതിലാണ് കേട്ടോ. അങ്ങനെ ഓരോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് കണ്ടോ. ഇത് സോപ്പ് സ്റ്റോൺ ആർക്കിടെക്ചറാണ്. അതായത് ഇതിൻ്റെ ആ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് ഓരോ ഡീറ്റെയിലിങ്ങും അത്രയും പ്രിസൈസായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോണിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ അത് മൊത്തം. എന്താ പറയുക, ഭയങ്കര നമുക്കിങ്ങനെ ഇങ്ങനെ വിചാരിക്കുക എങ്ങനെ ആൾക്കാർക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് പ്രിസൈസായിട്ട് ഓരോ ഡിസൈൻസും ഓരോ സ്റ്റോറീസും ഈ സ്റ്റോണിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും അതൊക്കെ കാണുമ്പോൾ. കാരണം സീലിംഗ് അടക്കം അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൽ 2 നന്ദീൻ്റെ സ്റ്റാച്ചു ഉണ്ട്, ഭയങ്കര ഹ്യൂജായിട്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് വൺ കമ്പാരിറ്റീവ്ലി സ്മോളസ്റ്റ് ആണ്. ഇതിലും അതെ, ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. അതിൻ്റെ നെക്കിലുള്ള ബെൽസും എല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് ഇതിൻ്റെ ഹോൾ സറൗണ്ടിങ്സും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പെർഫെക്ഷനാണ് അതിൻ്റെ ആ സ്മൂത്ത് ടെക്സ്ചറും ആ വർക്ക് കൊടുത്തിട്ടുള്ളടത്ത് മാത്രം ആ ഒരു ടെക്സ്ചറും ഡിഫറൻസും എല്ലാം അതിൻ്റെ ഭംഗീനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ടെമ്പിൾ കാണുമ്പോൾ നമ്മളെ തെലുഗുവിലൊക്കെ വരുന്ന കാജൽ അഗർവാളിൻ്റെയും രാം ചരണിൻ്റെയൊക്കെ ഹിസ്റ്റോറിക്കൽ മൂവീസിലൊക്കെ കാണുന്ന ഓരോ എന്താ പറയുക സെറ്റ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഈ വർക്കുകൾ ചിലതൊക്കെ കുറച്ച് പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. അതെന്തോ യുദ്ധത്തിൻ്റെ സമയത്ത് ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എനിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാൻ.
എനിക്കറിയില്ല ഞാൻ എത്ര ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുള്ളതെന്ന്. ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നന്ദി. മറ്റേ ആദ്യം കണ്ട നന്ദീനെക്കാട്ടിലും ഭയങ്കര ഹ്യൂജാണ് ഇത്. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ ടെമ്പിൾ പോലെയൊക്കെ ഉണ്ട്. ഉള്ളിൽ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ നന്ദി കണ്ടോ? മറ്റേ നന്ദീൻ്റെ ബോഡി ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആണെങ്കിൽ ഈ നന്ദിക്ക് ഒട്ടും സ്മൂത്ത് ഫിനിഷ് ഇല്ല. ആ ഒരു എന്താ പറയുക, ടെക്സ്ചർ അങ്ങനെ തന്നെ ലീവ് ചെയ്തിട്ടുള്ളൊരു ബോഡിയാണ് ഈ നന്ദീൻ്റെ കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുത്ത് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ സെൽഫി ക്യാം ഓണാക്കിയിട്ട് അത്യാവശ്യം നല്ല ഫോട്ടോ കിട്ടുന്ന ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും തപ്പി നടക്കുകയായിരുന്നു. എല്ലാ വീഡിയോസിലും ഞാനിങ്ങനെ ബാക്ക് ക്യാം വെച്ചിട്ട് വീഡിയോ എടുത്ത് പോവാന്നല്ലാതെ എന്നെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്കും കൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ബാക്ക് വീഡിയോ എടുക്കുന്നതിന് പകരം ഞാൻ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ എടുക്കാമെന്ന്. കാരണം കുറേ പേര് എന്നോട് പറയുന്നൊരു കാര്യമാണ് ഈ ഡീറ്റെയിലിങ്. എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല കേട്ടോ. കാരണം അയ്യോ, എനിക്ക് അറിഞ്ഞുകൂടാ, ഭയങ്കര ഒരു ഒബ്സഷൻ പോലെ ഇപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു പ്രിസൈസ് വർക്ക് കണ്ടിട്ടും പിന്നെ ഫോട്ടോസും എന്തൊരു ഭംഗിയ ഓരോ ഫോട്ടോസിലും. ആ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അറിഞ്ഞൂടാ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞി കോർണേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോയി നിന്നാൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മളെ കാണില്ല, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കണം. അപ്പോൾ എപ്പോഴും ഒരാളോട് ഫോട്ടോ എടുത്ത് തരാൻ പറയുന്നേക്കാൾ നല്ല നമുക്ക് സെൽഫി സ്റ്റിക്ക് വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല ആംഗിളും തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് അവിടെ വിസിലടിയൊക്കെ കേട്ടു തുടങ്ങി കേട്ടോ. നമ്മളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ട് ലൈക്ക് ഓൾമോസ്റ്റ് ടൈമായിരുന്നു. പിന്നെ ഒരുപാട് വ്ളോഗേഴ്സിനെ ഞാൻ കണ്ടു, ഇംഗ്ലീഷുകാരും ഒക്കെ വന്നിട്ട് ഫുൾ എല്ലാവരും തന്നെ സെൽഫി സ്റ്റിക്ക് എടുത്ത് വീഡിയോ എടുത്ത് നടക്കുക തന്നെ. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഓക്വേർഡ് ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ചമ്മലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഹലബേഡ് ആർക്കിയോളജിക്കൽ മ്യൂസിയം കണ്ടത്. ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ട്രൈ ചെയ്തില്ല. അപ്പോൾ പുറത്തു കൂടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ വീഡിയോ എടുത്ത് നടന്നു കേട്ടോ. ഇത് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ടും. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കൊത്തുപണികളുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും പോയില്ല, കുറേ വിഗ്രഹങ്ങളൊക്കെ പോലെ കണ്ടു. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള മൈതാനമുണ്ട്, നമുക്കവിടെ എനിക്ക് തോന്നുന്നു ഇരിക്കാനൊക്കെ പറ്റുമായിരിക്കും. വലിയൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ത് സ്റ്റാച്യു ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഇത്രയും വലിയൊരു സ്റ്റാച്യു, എന്തെങ്കിലും ഒരു പേരുണ്ടാവും അതിന്. അതിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ബോർഡും പേരും കാര്യങ്ങളൊന്നും വെച്ചൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോഴേക്കും അവിടെ ഭയങ്കര സെക്യൂരിറ്റിയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിസിലടിച്ച് ആൾക്കാരേനെയൊക്കെ പുറത്തിറക്കൽ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ വേഗം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴി തപ്പി നടക്കുക. അങ്ങനെ ഞാൻ വിചാരിച്ചു അതാണ് ഇത്ര സ്പീഡ് എൻ്റെ വീഡിയോ ഷെയ്ക്കാവുന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഒന്നും കൂടി നല്ല സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് വരണം. കാരണം യുനെസ്കോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഹിന്ദു ടെമ്പിൾസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ബാക്കിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ക്യാമറ നോക്കി ഹായ് കാണിച്ചു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടില്ലായിരുന്നു, എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാനത് കണ്ടത്. ഇല്ല, ഞാൻ ഒന്നുകൂടി ക്യാമറ പൊക്കി അവരുടെ കൊണ്ട് ഹായ് പറയിപ്പിച്ചേന്. അങ്ങനെ ഓൾമോസ്റ്റ് 6 o'clock കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ. നമ്മുടെ സക്ലേഷ്പൂർ തന്നെ നമ്മൾ റൂമിൻ്റെ അടുത്ത് വേറൊരു റൂം നൈറ്റിന് വേണ്ടി റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ നിന്ന് നെയ്റോസ്റ്റ് കഴിച്ചു. ടിച്ചുട്ടൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് ഒരു 3 o'clock 3:30 ഒക്കെ ആവാറായപ്പോൾ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളെ ട്രെയിന് 4 മണിക്കായിരുന്നു.
അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത് ഗൈസ്. നമ്മളുടെ ട്രെയിൻ ലേറ്റാണ്. കാരണം നമ്മളിവിടെ നിന്ന് സക്ലേഷ്പൂർ ടു മംഗലാപുരമാണ് നമ്മൾ ട്രെയിൻ എടുത്തിട്ടുള്ളത്. മംഗലാപുരം ടു കോഴിക്കോട് 11 അടുത്ത ട്രെയിനുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലാണ് നമുക്ക് റിട്ടേൺ അവിടെ നിന്ന് കണക്റ്റിംഗ് ട്രെയിൻ കിട്ടുമോ എന്നുള്ളത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മൂഞ്ചി, നമുക്ക് ട്രെയിൻ മിസ്സായി. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാമെന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ നമ്മളുടെ മുന്നിലുള്ളൂ. മംഗലാപുരത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം മൊത്തം മെസ്ഡപ്പായിരുന്നു നമ്മൾ. ഒരു ബാഗ് മിസ്സായി, അങ്ങനെ ഓടിപ്പോയി. പിന്നെ ആ ബാഗ് കണ്ടുപിടിച്ച് നമ്മളെ ട്രെയിൻ ഫസ്റ്റ് എടുത്ത ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറാൻ നോക്കി, ആ ട്രെയിന് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ഒരു വിധത്തിൽ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. പക്ഷേ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്ന ടാസ്ക് വേറെയായിരുന്നു. അങ്ങനെ ഒരു വിധം നമ്മളെല്ലാം ഇറങ്ങി കോഴിക്കോട് എത്തി ഗൈസ്. ട്രിപ്പ് എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.